welcome back to my channel. This is me, Alina Alu. ഇയറിന്റെ ഏറ്റവും ലാസ്റ്റ് എക്സാം ആണ്. അതാണ് മാനേജ്മെന്റ്. ഞങ്ങൾ പഠിക്കാൻ പോവാ. ഒന്ന് ബാക്കി നമുക്ക് മറ്റേ കമ്മ്യൂണിറ്റി ആയാലും OG ആയാലും എന്തെങ്കിലുമൊക്കെ അറിയാം ഗൈസ്. പക്ഷെ ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളാനും പറ്റില്ല. ഞങ്ങൾ എല്ലാം സ്റ്റോറി ടെല്ലിങ്ങാ, മറ്റേ കമ്മ്യൂണിറ്റി അല്ല എല്ലാം സ്റ്റോറി ടെല്ലിങ്ങാ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും ഞങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോലും എഴുതാൻ പറ്റാത്തൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ പഠിച്ചാലേ എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് സ്റ്റാഫിങ്, ബഡ്ജറ്റിങ് അപ്പൊ ഇനിയാണ് തുടങ്ങാൻ പോണത്. ഇനി ഞങ്ങൾക്ക് 2 ദിവസം കൂടി, ഇനി എക്സ്ട്രാ 2 ദിവസം കൂടി ഉണ്ട് പഠിക്കാൻ. പക്ഷെ എത്ര പഠിക്കാൻ ടൈം കിട്ടിയാലും എക്സാമിന് തലേ ദിവസം പഠിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് പണ്ടോട്ട് 10ാം ക്ലാസ്സൊക്കെ ഓർക്കേണ്ടത്. ഞാൻ തലേ ദിവസമാണ്, എല്ലാം തലേ ദിവസമാണ്. മറ്റേതൊക്കെ നമ്മൾ പഠിക്കുക, സ്റ്റഡി ലീവിനൊക്കെ പഠിക്കാൻ വേണ്ടി ഇരിക്കും. പക്ഷെ തലേ ദിവസം പഠിക്കണ ആ ഒരു രസം ഫീൽ അത് കിട്ടില്ല. അത് ആർക്കൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ. ശരിയാട്ടോ. നമ്മളത് ഗോദാവരി ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി അവിടെ ഒരു റൂമുണ്ട് പഠിക്കണേം കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫുള്ളും സ്റ്റഡി വ്ളോഗാണ് ഇടാൻ പോകുന്നത്. ജസ്റ്റ് എല്ലാവരും ഫുൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, പോയിട്ട് വരാം കേട്ടോ ഗൈസ്. ഇതാണ് ഗോദാവരി. ഞങ്ങൾക്ക് കുറേ ഓർമ്മകളൊക്കെ സമ്മാനിച്ചതാണ് ഈ ഗോദാവരി. ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ട് ഈ ഗോദാവരി ഇവിടെയാണ്. ഫസ്റ്റ് പിള്ളേരൊക്കെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരും കേട്ടോ ഗൈസ്. ഒരു ഹലോ കൊടുക്കും എനിക്ക്. എല്ലാവരുടെ പേരെന്തൊക്കെയാ? ഇന്ദുമതി, നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാ? ഏത് ഡിപ്പാർട്ട്മെന്റ്? യെസ്, ഏത് ഡിപ്പാർട്ട്മെന്റാ? ഫോളോ ചെയ്യുന്നുണ്ടോ? യൂട്യൂബ്, ഇൻസ്റ്റയിലും ഇருக்கு, പക്ഷെ യൂട്യൂബിലും ഇருக்கு. നെയിം അലീന അലു. അലീന അലു ഗൈസ്. അപ്പം ടാറ്റ, നമുക്ക് വ്ളോഗിൽ കാണാം ഗൈസ്. നമുക്ക് ബുച്ചിയുടെ അടുത്ത് പോവാം. അവിടെ ഒറ്റയ്ക്കിരുന്ന് പഠിക്കട്ടെ. എന്താ പഠിക്കണേ നമുക്കൊന്ന് നോക്കാം. ബുച്ചി, എന്നാടി പഠിച്ച നീ? എന്താ പഠിച്ചേ? ഒരെണ്ണം പഠിച്ചത് പറ. ലീഡർഷിപ്പിന്റെ ഡെഫിനിഷൻ പറ. ഇടിപ്പോ ഓടി നീയൊക്കെ പഠിപ്പി. ഇതാണ് ഞങ്ങളുടെ ഗോദാവരി. ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഉള്ള ഞങ്ങളുടെ ഹോസ്റ്റലാണ് ഇത്. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമുള്ള ഹോസ്റ്റലാട്ടോ. ഇനി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും വേറെ ഹോസ്റ്റലിട്ടാണ്. അത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഗംഗയിലാണ്. പഠിച്ചു തീർന്നോ? പഠിച്ചു തീർന്നോ? നിങ്ങൾ ഇതിൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ ഒന്നും കാണിച്ചു കൊടുത്തേ. ഞാൻ തുറന്നിട്ടില്ല ഗൈസ്. ഇങ്ങനെ കിടക്കട്ടെ. ഗൈസ്, നമുക്ക് മേളിൽ മണ്ടയ്ക്ക് പോയി നോക്കാം. അവിടെ എന്തെങ്കിലും റൂമൊക്കെ ഫ്രീ ആണോ നമുക്ക് അവിടെ പോയി പഠിക്കാം. കാരണം എന്താ താഴ്ത്ത് നിന്നിട്ട് എന്തോ പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല അല്ലേ? ഞാൻ ഇത്രയും കാലമായിട്ട് കാണിച്ചു തരാത്ത ഞങ്ങൾക്ക് ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷെ അല്ലാതെ പോയിട്ടൊന്നുമില്ല. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ എന്തോ മടിയാണ്. പക്ഷെ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും എടുക്കും കേട്ടോ. ജെനി എന്ത് എവിടെ പോയിടി? കണ്ടോ, ഈ ഒരു റൂമൊക്കെ ഫ്രീ ആയിട്ട്. ഇത് ഇനി ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് സെറ്റാക്കി അവർക്ക് വേണ്ടിയാണിത് ഈ റൂമൊക്കെ. എവിടെയെങ്കിലും ഒന്ന് ഇറക്കട്ടെ ഈ ബുക്കിൻ്റെ മാനോ നീ പിടിച്ച്. ഗൈസ്, ഞങ്ങൾ പഠിക്കാനിരുന്ന കൊച്ചുങ്ങളായിരുന്നു. ഞങ്ങളെ ഡീമോർട്ടാക്കാൻ വേണ്ടി ഞാവൽപ്പഴം പറിക്കാൻ വേണ്ടി വരാൻ വേണ്ടി വിളിച്ചു. സോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഹോസ്റ്റലിൻ്റെ ബാക്കിലാണ് ആ ഒരു മരം. ഫുള്ളും അതിനകത്ത് ചുമ്മാ എന്താ ചീഞ്ഞ് കിടക്കുമോ താഴെയൊക്കെ. എന്നാലും എന്താ ആരും ഈ പറക്കാനും എടുക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. കാവ്യ ചേച്ചി, നിങ്ങൾ ഞാവൽപ്പഴം പറക്കാൻ വേണ്ടോ? നിറച്ചോടെ കിടപ്പുണ്ട്, വേണേ വേണ്ടോ? മര്യാദയ്ക്ക് ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന പിള്ളേരാ.
ഇതെന്താ പുളിയോ? എടി ബുജ്ജി, നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാ പറയുന്നേ? എടി നമ്മുടെ നാട്ടിൽ എന്നാടി ആൻസി പറയണേ ഇതിനെ, ഈ പുളീനെ? നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയണേ? ചങ്ങനാശ്ശേരി. അതറിയില്ല. ഞാനിത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ഈ സാധനമൊക്കെ. ബുജ്ജി ഫ്രണ്ടില് നേതാവായിട്ട് പോവാണ്. ബുജ്ജി ആ പാട്ട് പാടി, നേതാവേ നല്ല ഇതെന്താടി? പേരയ്ക്ക. പേരയ്ക്ക പണ്ട് വീട്ടിലൊക്കെ നിറച്ചും പേരയ്ക്ക. എൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ തന്നെ പേരയ്ക്കമരം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ വെട്ടിക്കളഞ്ഞു, കാരണം ആരും തിന്നത്തില്ല. ബാക്കി പുറത്തുനിന്നുള്ളവരൊക്കെ പറിക്കാനൊക്കെ വരും, പക്ഷെ ഞങ്ങളാരും തിന്നത്തില്ലായിരുന്നു. കാരണം അതങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവത്തില്ല. ഇപ്പം എനിക്ക് പേരയ്ക്കാന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആക്രാന്തം. ഇപ്പം വരാം. എന്തോരം ആടി താഴത്ത് ചുമ്മാ കിടക്കുന്നത് ഫുള്ളും കണ്ടോ? ഇതാണ് ഞാവൽ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ ഞാവലൊക്കെ അറിയാൻ തുടങ്ങി. ഈ പണ്ട് അറിയത്തില്ലായിരുന്നു ഞാവലൊക്കെ. തോട്ടയുണ്ടോ? ഇവിടുത്തെ ചേച്ചിമാരൊക്കെ വിരിച്ചിട്ടേക്കണ സാരി ആയിട്ട്. അപ്പം മേളത് അതാണ് നമ്മുടെ ഞാവൽ മരം. അതിൽ നിന്ന് വീഴുന്ന ഇതൊക്കെ ഇവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഞാൻ ചുമ്മാ ഒരു കല്ല് എറിഞ്ഞു നോക്കാം ഗൈസ്. ഒരു കല്ല് എടുത്തിട്ടില്ല, നമുക്ക് എറിഞ്ഞു നോക്കാം. ഈ മുൾച്ചെടിയിൽ വെള്ളം വരത്തില്ലേ? വെള്ളം കിട്ടത്തില്ലേ? അങ്ങനെ എന്തോ ഇല്ലേ? അത് കല്ലുമുൾച്ചെടിയാണോ? ഓ വലിയ കൗസി, എപ്പടി ഇருக்கு മാനേജ്മെന്റ്? ரொம்ப கஷ்டமா இருக்கு ഗൈസ്. അപ്പോൾ അതേ ഞങ്ങൾ പഠിച്ചിട്ട് വരാട്ടോ, കുറേ പഠിക്കാനുണ്ട്. ഗുഡ് നൈറ്റ്.